Hi friends, Assalamu alaikum. Welcome back to Thaslees kitchen. ഞാനൊരു പാകിസ്ഥാനി ഡിഷ് ആയിട്ടാണ് വന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കടായി. ഇതിനു വേണ്ടി 1/2 കിലോ മട്ടൻ ആണ് ഞാൻ എടുത്തത്. ഇതേ രീതിയിലുള്ള പീസ് ആയിരിക്കണം മട്ടൻ കടായിക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തത്. ഇതേ രീതിയിലായിരിക്കണം ചോപ്പ് ചെയ്തത്. പിന്നെ ഒരു ടൊമാറ്റോ, പിന്നെ ഒരു 7 ഗ്രീൻ ചില്ലിയാണ് എടുത്തത്. ഒരു കുക്കർ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ജിഞ്ചറും കൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നേരത്തെ എടുത്തു വെച്ച മട്ടനും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടുള്ള ബ്ലാക്ക് പെപ്പർ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചു വെക്കാം. അത് കുക്കാകുമ്പോഴത്തേക്ക് അടുത്ത ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, ഏലക്ക ഇതൊക്കെ ഒന്ന് ഗീയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോയും ചില്ലിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അത് ചെറുങ്ങനൊന്ന് വഴന്ന് വരുന്നു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഫ്രൈ ചെയ്ത ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു പിഞ്ച് ഗരം മസാല ഇട്ട് സോട്ട് ചെയ്തെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടനും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വറ്റി കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മട്ടൻ കടായി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ഒരു മട്ടൻ കടായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ ഫ്രണ്ട്സ്.